സാർവദേശീയ തൊഴിലാളി ദിനമാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇനി ജലീലാണ് അതിഥിയായി എത്തിയിരിക്കുന്നത്. അദ്ദേഹം ആംബുലൻസ് ഡ്രൈവർ അസോസിയേഷൻ ട്രഷററാണ്. സ്വാഗതം, നമസ്കാരം. നമസ്കാരം. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം കൂടിയാണ്. എന്താ പറയുക, ഈ 8 മണിക്കൂർ തൊഴിൽ സമയം അംഗീകരിച്ചതിന്റെ സ്മരണയ്ക്കായാണ് മെയ് ദിനം പലപ്പോഴും ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും ഓർക്കുന്നതും. ഈ ഒരു 8 മണിക്കൂർ സമയം എന്ന് മാത്രത്തിൽ ഒതുങ്ങുന്നതാണോ ഈ ഒരു ദിനം? യഥാർത്ഥം പറഞ്ഞാൽ ആംബുലൻസ് ഡ്രൈവർ അപേക്ഷിച്ചിട്ട് 8 മണിക്കൂർ ജോലിയല്ല, 24/7 ആണ്. അതായത് ഏത് സമയത്ത് വിളിച്ചാലും എത്തിപ്പെടേണ്ട ഒരു മേഖലയാണ് ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസ്. അപ്പം അതിൽ നമുക്ക് അഭിമാനമുണ്ട്. കാരണം ഗവൺമെന്റിന്റെ 2 ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം തന്നെ ഇപ്പം സ്വകാര്യ ആംബുലൻസ് ആയാലും പ്രൈവറ്റ് ആംബുലൻസ് ആയാലും 24 hours ജോലി ചെയ്യുന്നുണ്ട്. ഈ ഒരു മെയ് ദിനത്തിൽ അത് നമ്മൾ ഓർത്തുകൂടെയാണ്. എന്തായാലും നല്ലൊരു ദിനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ജലീൽ പറഞ്ഞതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം രാപ്പകലില്ലാത്ത ഒരു ജോലിയാണ്. എപ്പോൾ എവിടെ വേണമെങ്കിലും എത്തിച്ചേരാനുള്ള ഒരു സന്നദ്ധ, അത് തന്നെയാണ് മനസ്സിന്റെ ഒരു സമ്മതം കൂടിയാണ് അതിന്റെ ഓരോ രോഗികളുടെയൊക്കെ ഇടയിലേക്ക് എത്തുന്നതും ആ ഒരു സ്പീഡിലുള്ള ഒരു യാത്രയൊക്കെ. എങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഒരു മനസ്സിന്റെ ഒരു നിയന്ത്രണം, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരു മനസ്സിന്റെ ഒരു ഇഷ്ടം? അത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു കോൾ വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോ നമ്മള് സെക്കൻഡുകൾക്കകം കൊണ്ടെത്തിക്കേണ്ട പേഷ്യൻസ് ആയിരിക്കും. അപ്പം നമ്മള് ഒരു കോൾ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ദൈവമേ എടുക്കാൻ പോകുന്ന ആൾക്കൊന്നും സംഭവിക്കരുത് എന്നുള്ള പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് എടുക്കുന്നത്. പിന്നെ അല്ലാതെ കുറച്ച് പിള്ളേർമാരുണ്ട്, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ രീതിയിലൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് വിവിധ മേഖലകളിൽ ഈ ആംബുലൻസ് തന്നെ അപകടത്തിലും ഒക്കെ പെടുന്നുണ്ട്. അതെ, ഈ ഒരു സമയത്തിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡ്യൂട്ടി സമയമുണ്ടോ? അതിനായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്ര മണിക്കൂറാണോ ഒരാൾ വർക്ക് ചെയ്യേണ്ടത്, അങ്ങനെയാണോ? അതോ ഓരോ തൊഴിലിടത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല, അത് ഇപ്പം നമ്മളിപ്പോ ലീവ് എടുത്ത് പിന്നെ വീട്ടിൽ പോകാൻ നിന്നാലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചിലപ്പം ലീവ് എടുത്ത് വേറൊരു ഡ്രൈവർ വന്നു, അദ്ദേഹമാണ് എടുക്കേണ്ടതെങ്കിൽ തന്നെയും പെട്ടെന്ന് ഒരു കോള് വരുമ്പോഴത്തേക്ക് നമ്മുടെ കൂടെ കയറി പോകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഈ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ടുള്ള മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു കോള് വരുന്നത്. അങ്ങനെ പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. റംസാന് തന്നെ വീട്ടില് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സാഹചര്യത്തില് പോത്തൻകോട് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വന്നു, അടിയന്തരമായിട്ട് എത്തണമെന്നും പറഞ്ഞു. സിറ്റുവേഷൻ ഒരു ആള് മരണപ്പെട്ടു. ഏകദേശം 5-6 ദിവസം കഴിഞ്ഞ ഒരു പാറക്കെട്ടിന്റെ ഇടയിലാണ്. അപ്പം ഒന്നും ആലോചിച്ചില്ല, ആ സെക്കൻഡിൽ തന്നെ കുട്ടികളെയും കുട്ടിയാണ് യഥാർത്ഥം പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ ലൊക്കേഷനിൽ എത്തുന്നത്. എന്നിട്ട് തൊട്ടടുത്ത വീട്ടിലാക്കിയിട്ട് മുതുശ്ശേരി അയച്ചു മാറ്റാനും മറ്റുമൊക്കെ കൂടെ സഹായിക്കാനും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം ഈ 8 മണിക്കൂർ എന്നുള്ളത് നമ്മളപേക്ഷിച്ച് പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഇപ്പം ആംബുലൻസ് ഡ്രൈവേഴ്സ് എന്നുള്ളത് 24/7 തന്നെയാണ്. പിന്നെ ചില ഡിപ്പാർട്ട്മെന്റ് വണ്ടികളൊക്കെ ഓടിക്കുന്നവർക്ക് 8 മണിക്കൂർ, പിന്നെ 12 മണിക്കൂർ, 24 മണിക്കൂർ. അപ്പൊ 24 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വന്നാൽ മതിയാവും. എന്നാൽ സ്വകാര്യ മേഖലയിൽ കിടക്കുന്ന ആംബുലൻസുകൾക്ക് അങ്ങനെ ഒരു ഫിക്സഡ് സമയമോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. ഏത് സമയത്ത് വിളിച്ചാലും വാഹനം കൊടുക്കണം. കൂടെ ഒരു പക്ഷേ ആശുപത്രിയിൽ ബൈസ്റ്റാൻഡർ എത്തിപ്പെടാൻ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ബന്ധുക്കൾ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. ഇപ്പോഴൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ വിവിധ ഹോസ്പിറ്റലുകളിൽ അറ്റൻഡേഴ്സ് ആയിട്ട് കുറച്ച് പേരെ വെച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെ അൺനോൺ ആയിട്ട് കുറെ പേര് പോകും. അപകടത്തിൽപ്പെടുന്ന ആള് ഏത് സ്ഥലത്തുള്ള ആളാണെന്നോ പുള്ളിയുടെ സിറ്റുവേഷൻ എന്താണെന്നോ ഉള്ള കാര്യം ബന്ധുക്കൾക്കോ മറ്റു കാര്യത്തിലോ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മള് അവരെ കൂടെ നിന്ന് സഹായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു മാറ്റം അവരുടെ ഭാവിയിൽ അവർക്കുണ്ടാവും.
അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയം നോക്കിയിട്ട് ജോലി ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ഈ ആംബുലൻസ് മേഖലയിലെല്ലാം ആരും കാണിക്കില്ല എന്നുള്ളതാണ് വിശ്വാസം. തീർച്ചയായും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടിരുന്നതായിരുന്നു. കോവിഡ് രോഗികളുമായി ആരെങ്കിലും വാഹനത്തിൽ കൊണ്ടുപോകുമോ എന്നൊരു പലപ്പോഴും പല മേഖലകളിലും ഒരു ആശങ്ക പ്രകടിപ്പിച്ച സമയത്ത് പോലും ആംബുലൻസ് ഡ്രൈവർമാരായിരുന്നു പലപ്പോഴും അവർക്കൊക്കെ ഒരു കാരുണ്യമായി അവരെ അടുത്തെത്തി ആശ്വസിപ്പിച്ച് തന്നെ അവരെ ആശുപത്രികളിലും മറ്റു സ്ഥലങ്ങളിലെല്ലാം എത്തിച്ചിരുന്നത്. ആ ഒരു കോവിഡ് കാലത്തെ ഓർമ്മകൾ എന്തൊക്കെയാണ്? കോവിഡ് കാലത്തെ ഓർമ്മകൾ പറയുമ്പോഴത്തേക്ക് കണ്ണുനീര് വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് PPE കിറ്റിന്റെ അകത്ത് നമ്മൾ ആരാണെന്നോ ഇല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നത് ആരാണെന്നോ ചിലപ്പോ നമുക്ക് എത്രയും വേണ്ടപ്പെട്ട ആളാണ് നമ്മുടെ വാഹനത്തിൽ കയറുന്നത്, പക്ഷെ നമുക്കൊന്ന് സംസാരിക്കാനോ ഒന്നിനും പറ്റാത്ത സാഹചര്യം വന്നിട്ടുണ്ട്. അതെ, തീർച്ചയായും അന്ന് നമ്മളിപ്പം കുറേയൊക്കെ നമ്മൾ നേരിൽ കണ്ട് മാധ്യമപ്രവർത്തകരാകുമ്പം തീർച്ചയായും നേരിൽ കണ്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിനപ്പുറം തന്നെ കുറേയധികം ചിത്രങ്ങളും വീഡിയോസൊക്കെ വരുമ്പോൾ തന്നെ ഈ കോവിഡ് വന്ന് മരിച്ച വ്യക്തികളെ പോലും മൃതദേഹം ഒരു മടിയുമില്ലാതെ തന്നെയാണ് ആംബുലൻസ് ഡ്രൈവർമാരുടെ സഹായത്തോടു കൂടി തന്നെ സംസ്കരിച്ച് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും ആംബുലൻസ് ഡ്രൈവേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് പല സ്ഥലങ്ങളിലും എടുക്കാൻ അറയ്ക്കുന്ന വിധത്തില്ല. ഇപ്പം കോവിഡ് സമയത്താണെന്ന് തോന്നുന്നതാണ് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളില് ഒതുക്കിയിട്ടിരുന്ന ട്രെയിനിന്റെ അകത്ത് ഏകദേശം ഒരു 5-6 ദിവസം പഴക്കമുള്ള മൃതശരീരം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും മറ്റുമൊക്കെ ചെയ്തു. ഒരുപാട് പേരെ പിന്നെ പോലീസ് ആശ്രയിച്ചു. പക്ഷെ കോവിഡ് ആയതുകൊണ്ട് തന്നെ ആരും ഏൽക്കാൻ തയ്യാറായില്ല. പിന്നെ അന്വേഷണം നടത്തി നമ്മുടെ റെയിൽവേ പോലീസിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ആരോമൽ എന്ന് പറയുന്ന അദ്ദേഹം വെഞ്ഞാറമൂട് പരിസരത്തുള്ള കക്ഷിയാണ്. അദ്ദേഹവുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് എന്നെ വിളിച്ചറിയിച്ചു. ഞാൻ പിന്നെ പോയി രാത്രി 8 മണിയോടുകൂടി, അതായത് 3 മണിക്കാണ് കോള് വരുന്നത്, 8 മണിയോടുകൂടി പോയി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അപ്പം ഈ കോവിഡ് സമയത്ത് ഈ പരസ്പരം തൊടാൻ പോലും മടിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ രോഗം പകരുമോ, ഞങ്ങളെ വീട്ടിലിരുത്തുമോ എന്നൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ വന്നു. ഇപ്പൊ നമുക്കിപ്പം റോഡിൽ അപകടം ഇതും ഇപ്പോ നമ്മുടെ ജനതാ കർഫ്യൂ ഉൾപ്പെടെ ലോക്ക്ഡൌൺ ഉൾപ്പെടെ പ്രഖ്യാപിച്ച സമയങ്ങളിലാണെങ്കിൽ തന്നെയും റോഡിൽ ഇരുചക്ര വാഹനങ്ങൾക്കൊന്നും ഒരു കുറവില്ലായിരുന്നു. ഒരു വലിയ നിയന്ത്രണം ഉണ്ടെങ്കിൽ തന്നെ ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ ഭയങ്കര കർശനമായിട്ടൊന്നും പോയിട്ടില്ല. അപ്പം ഈ ബൈക്ക് അപകടങ്ങൾ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പോയി എടുത്തേ പറ്റും. ആ സമയത്ത് PPE കിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പോലും ശ്രമിക്കില്ല. കാരണം അത്രയും സമയം വേസ്റ്റ് ആവും എന്നുള്ളതുകൊണ്ട് നമ്മൾ ചെന്ന് പിടിച്ച് ആളിനെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് പുള്ളിയെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം പോസിറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളൊരു 7 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കണം എന്നറിയിക്കുന്നതാണ്. അപ്പം അതൊക്കെ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോ ഇദ്ദേഹത്തിന്റെ ഇതില് നമ്മൾ ക്വാറന്റൈനിൽ ഇരിക്കുന്നു, തൊട്ടടുത്ത് വീണ്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ജോലി കറക്റ്റ് നടക്കുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ട്. പിന്നെ ടെസ്റ്റിന് കൊണ്ടുപോകാനായിട്ട് പഞ്ചായത്ത് ഉൾപ്പെടെ ഒരുപാട് പേര് വണ്ടി ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും വാഹനം നൽകാൻ സാധിക്കാതെ വന്നു. എന്നുവെച്ചാൽ വേറെ ആരും വന്ന് വണ്ടി എടുക്കുന്നുമില്ല. അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. തീർച്ചയായും നമുക്കത് പലപ്പോഴും കണ്ണുകൊണ്ട് നമ്മൾ കണ്ട ഒരു സത്യം കൂടിയാണ് അതിലെല്ലാം. ഇപ്പോൾ രോഗികളുടെ ഓരോരുത്തരുടെ അവസ്ഥകൾ കൂടിയാണെങ്കിലും ഈ മെഡിസിനും അതുപോലെ തന്നെ ഡോക്ടർമാർ, നഴ്സുമാർ ഇവർ പോലെ തന്നെ അത്രയും പ്രാധാന്യമാണ് ഒരു രോഗിയുടെ ജീവൻ തിരിച്ചു കിട്ടുന്നതിൽ ആംബുലൻസ് ഡ്രൈവർമാർ വഹിക്കുന്ന പങ്കുകളും. ഈ ഒരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഓരോ മേഖലകൾ വരുമ്പോൾ പോലും ആംബുലൻസ് മേഖലയിൽ വന്ന ഒരു മാറ്റം എന്താണ്? ആംബുലൻസ് മേഖലയിൽ ഒരു മാറ്റവും വന്നില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് സാഹചര്യത്തില് കേരളത്തില് ഏറ്റവും കൂടുതൽ സർവീസ് നടത്തിയിട്ടുള്ള മേഖല എന്ന് പറയുന്നത് ആംബുലൻസ് മേഖലയാണ്. ഈ ആംബുലൻസ് മേഖലയിലുള്ള സ്വകാര്യ അല്ലെങ്കിൽ പ്രൈവറ്റ് സർക്കാരിന്റെയോ ഇല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ കിടക്കുന്ന ആംബുലൻസുകളുടെയോ ഡ്രൈവർമാര് അത് ഒരുപാട് വർഷങ്ങളായിട്ട് 35 വർഷം കൊണ്ട് സർവീസ് നടത്തുന്നവരുണ്ട്. ഇപ്പൊ 12 വർഷം കൊണ്ട് സർവീസ് നടത്തുന്ന ഇവരാരെയും തന്നെ ഒരു
ആരോഗ്യ പ്രവർത്തകർ ആണ് എന്നുള്ളൊരു പരിഗണന സർക്കാരിൽ നിന്നുണ്ടായിട്ടില്ല. എന്നാൽ ഡോക്ടർ വന്ദന മാഡം മരിച്ചതിന് ശേഷം ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഒരു പരിഗണന, ഒരു ആരോഗ്യ പ്രവർത്തകരാണ്, ഹോസ്പിറ്റലിന്റെ ചുറ്റുവട്ടം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ ഒരു അക്രമമോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ള പരിരക്ഷാ കേസ്, അതിന്റെ തടവിന്റെ കാലാവധി എല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ വിവിധ മേഖലകളിൽ നമ്മുടെ ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന ആംബുലൻസ് ഡ്രൈവർമാരെ ആക്രമിക്കുന്ന പ്രവണതയും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കോവിഡ് സമയത്ത് തന്നെ കൊല്ലം ജില്ലയില് കുണ്ടറ ഭാഗത്ത് നമ്മുടെ ഒരു ആംബുലൻസ് ഡ്രൈവറെ നാട്ടുകാർ ആക്രമിക്കുകയുണ്ടായി. കാരണം കോവിഡ് പോസിറ്റീവായ ആളിന് വീട്ടിൽ കൊണ്ടുവന്ന് ക്വാറന്റൈനിൽ ഇരുത്താൻ പോയ സമയത്ത്. അപ്പം അതിൽ നിന്നും മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം കഴിയുമ്പോഴത്തേക്ക് ഒരു കറിവേപ്പില എടുത്ത് കളയും പോലെയാണ് നമ്മളെ എടുത്ത് കളയുന്നത്. ഈ ഒരു ആംബുലൻസ് ഡ്രൈവർമാരുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഒരു റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊന്നും സംബന്ധിച്ചിടത്ത് നമുക്ക് പൊതുവായിട്ടുള്ള ഒരു ധാരണയില്ല, അറിയില്ല. അതാണ് പൊതുവായിട്ടുള്ള അറിയുന്ന ഒരു കാര്യം. പലപ്പോഴും കുറേ നാളുകൾക്ക് മുൻപൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില ന്യൂസുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, താങ്കൾ ശ്രദ്ധിച്ചു കാണും. പലപ്പോഴും ആംബുലൻസ് ഡ്രൈവർമാർ അപമര്യാദ പെരുമാറി എന്നുള്ള തരത്തിലുള്ള വാർത്തകളും ഒരു പല സ്ഥലത്തും ഈ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുമ്പം എങ്ങനെയാണ് ഒരു ഡ്രൈവറെ അതിനുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത്? അതിന്റെ നടപടിക്രമങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഒരു ആംബുലൻസ് ഓടിക്കാൻ ഒരാൾക്ക് താല്പര്യം ജലീലിലേക്കുമായുള്ള ഒരു സാങ്കേതിക തടസ്സമുണ്ട്. എന്തായാലും ഇന്ന് സാർവദേശിക തൊഴിലാളി ദിനമാണ്. ഈ ഒരു ഓരോ മേഖലകളിലും അതിൻ്റെതായ ഒരു കഠിനാധ്വാനത്തിൻ്റെയും അതിൻ്റെ എല്ലാം ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മെയ് 1 തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.